ബോബി ചെമ്മണ്ണൂർ നിരന്തരം സ്ത്രീകൾക്കെതിരെ അശ്ലീല പ്രയോഗം നടത്തുന്ന ആളെന്ന് പോലീസ്. ബോബി ചെമ്മണ്ണൂർ നിരന്തരം ദ്വയാർത്ഥ പ്രയോഗം നടത്തി സ്ത്രീകളെ അപമാനിക്കുന്ന ആളാണ്. ജാമ്യം നൽകിയാൽ തെറ്റായ സന്ദേശം നൽകും. ബോബി ചെമ്മണ്ണൂരിന് ജാമ്യം അനുവദിക്കരുതെന്ന് പോലീസ് കോടതിയെ അറിയിച്ചിരിക്കുകയാണ്. മുൻ വീഡിയോകളും പോലീസ് കോടതിയിൽ സമർപ്പിച്ചിട്ടുണ്ട്. വിവരങ്ങളുമായി കൊച്ചിയിൽ നിന്ന് സഹിൻ ആന്റണി ചേരുകയാണ്. സഹിൻ, ബോബി ചെമ്മണ്ണൂരിൻ്റെ ജാമ്യ ഹർജി ഇന്ന് പരിഗണിക്കുമ്പോൾ എന്ത് തരത്തിലുള്ള ഒരു വിധിക്ക് സാധ്യത നിലനിൽക്കുന്നുണ്ട്? പോലീസ് ശക്തമായി തന്നെ ബോബി ചെമ്മണ്ണൂരിനെതിരെ റിപ്പോർട്ട് നൽകിയിട്ടുണ്ട് എന്നുള്ളതാണ് എടുത്തു പറയേണ്ട കാര്യം ഈ ഘട്ടത്തിൽ. അതുതന്നെയാണ് ലക്ഷ്മി. പോലീസ് ശക്തമായ ഒരു റിപ്പോർട്ടാണ് ബോബി ചെമ്മണ്ണൂരിനെതിരെ കോടതിയിൽ സമർപ്പിച്ചിരിക്കുന്നത്. ബോബി ചെമ്മണ്ണൂർ നിരന്തരം സ്ത്രീകൾക്കെതിരെ അശ്ലീല പ്രയോഗം നടത്തുന്ന ആളെന്നാണ് പോലീസ് കോടതിയെ അറിയിച്ചിരിക്കുന്നത്. മാത്രമല്ല, ബോബിക്ക് ജാമ്യം അനുവദിക്കരുതെന്ന് പോലീസ് കോടതിയെ അറിയിച്ചിട്ടുണ്ട്. ബോബി ചെമ്മണ്ണൂരിന് ജാമ്യം നൽകിയാൽ അത് തെറ്റായ സന്ദേശമാകും സമൂഹത്തിന് നൽകുക എന്നും പോലീസ് കോടതിയെ അറിയിച്ചിരിക്കുന്നു. മാത്രമല്ല, ബോബി ചെമ്മണ്ണൂർ നിരന്തരം ദ്വയാർത്ഥ പ്രയോഗം നടത്തി സ്ത്രീകളെ അപമാനിക്കുന്ന ആളാണെന്ന് പോലീസ് കോടതിയിൽ വ്യക്തമാക്കിയിട്ടുണ്ട്. ഇത് സംബന്ധിച്ചുള്ള റിപ്പോർട്ട് ഇന്നലെയാണ് എറണാകുളം സെൻട്രൽ പോലീസ് ഹൈക്കോടതിയിൽ സമർപ്പിച്ചത്. മാത്രമല്ല, ബോബി ചെമ്മണ്ണൂർ സ്ത്രീകൾക്കെതിരെ അശ്ലീല പ്രയോഗം നടത്തുന്ന അല്ലെങ്കിൽ സ്ത്രീകളെ മോശമായി ചിത്രീകരിക്കുന്ന മുൻ വീഡിയോകളും പോലീസ് കോടതിയിൽ സമർപ്പിച്ചു കഴിഞ്ഞിരിക്കുന്നു. ബോബി ചെമ്മണ്ണൂരിന്റെ ജാമ്യാപേക്ഷ ഇന്നാണ് ഹൈക്കോടതി പരിഗണിക്കാനിരിക്കുന്നത്. ഇതിനു മുന്നോടിയായി എറണാകുളം സെൻട്രൽ പോലീസിനോട് റിപ്പോർട്ട് സമർപ്പിക്കാൻ കോടതി ആവശ്യപ്പെട്ടിരുന്നു. എന്തായാലും പോലീസ് ഇപ്പോൾ റിപ്പോർട്ട് സമർപ്പിച്ചിരിക്കുകയാണ്. അത് ബോബി ചെമ്മണ്ണൂരിനെതിരെ കടുത്ത നിലപാടുള്ള റിപ്പോർട്ടായി മാറിയിരിക്കുന്നു. ലക്ഷ്മി. സഹിൻ ആന്റണിയാണ് കൊച്ചിയിൽ നിന്നും വിശദാംശങ്ങൾ നൽകിയത്. ബോബി ചെമ്മണ്ണൂരിൻ്റെ ജാമ്യ ഹർജിയിൽ എന്താകും കോടതി തീരുമാനമെടുക്കുക എന്നതറിയാൻ ആകാംക്ഷയുണ്ട്. ഏതായാലും പോലീസ് അതിശക്തമായ റിപ്പോർട്ട് തന്നെയാണ് ബോബിക്കെതിരെ കോടതിയിൽ നൽകിയിരിക്കുന്നത്.